ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ ഫിഷ് കീപ്പിംഗ് ഹോബിയെ ഒരു പോസ്റ്റിലാക്കി വെച്ചായിരുന്നു. കാരണം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ മീനെല്ലാം കൂടി ചത്തുപോയി. എന്തോ ഇൻഫെക്ഷൻ അടിച്ചോ എന്തോ ആണ്, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫിഷ് കീപ്പിംഗ് അത്ര കാര്യമായിട്ട് നോക്കിയില്ല. ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷം പിന്നെ നോക്കിയിട്ടേ ഇല്ല. സോ തവണ പോയിട്ട് വന്നപ്പം ഞാൻ എൻ്റെ പഴയ അക്വേറിയത്തിൽ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഇവിടെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള നിലയ്ക്ക് ഒരു ഫൈറ്ററിനെ മേടിച്ച് ഒരു ചെറിയ അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള ഒരു പണിയിലാണ്. എൻ്റെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, എങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുക, ഞാൻ പൊതുവേ പ്ലാനഡ് അക്വേറിയം ചെയ്യുന്ന താഴെ സബ്സ്ട്രേറ്റ് ഇട്ട് ഒരു കുറച്ച് ചെടികളും നട്ട് ഒരു സാധനം അങ്ങ് ചെയ്യാറേ ഉള്ളൂ. ആക്ച്വലി ഇത്തവണ ഒരു എന്താ പറയുക, കുറച്ച് ഡെക്കറേറ്റഡ് സാധനം ചെയ്യണമെന്നുണ്ട്. സോ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ആർട്ടിസ്റ്റിക് ആകാനുള്ളൊരു ശ്രമമാണ്. എൻ്റെ ആർട്ട് എന്ത് കോലത്തിലാവെന്ന് കണ്ടറിയേണ്ടി വരും. ഇതുവരെ ഞാൻ ഈ പരിപാടി ചെയ്തിട്ടേ ഇല്ല. സോ എക്സ്പെരിമെൻ്റ് ആണ്, നോക്കാം ഉണ്ടാവുമെന്ന്. സോ ഫസ്റ്റ് നമുക്കൊരു ചെറിയ ടാങ്ക് മതി. അങ്ങനെ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ ടാങ്ക്. ജസ്റ്റ് ഒന്ന് അവിടെ വീട്ടിൽ വെച്ചൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ അഴുക്കും തെളിയൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാതെ തൂത്തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ബാക്കി പണിയിലേക്ക് കയറാം. സോ ബേസിക്കലി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പണി എന്ന് പറഞ്ഞാൽ, ഇത് അവിടെ ഞാൻ അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിച്ചൊരു സിലിക്കോണിൻ്റെ ഗ്ലൂ ആണ്. ആക്ച്വലി കുറച്ച് ഡെക്കറേറ്റീവ് സാധനം ഉണ്ടാക്കണമെന്നുണ്ട്. അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം പറഞ്ഞാൽ, അതായത് അതിൻ്റെ ആ ബാക്ക് വോളില്ലേ, ആ ബാക്ക് വോള് മൊത്തം ഒരു ഈ സ്റ്റോൺ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. മുന്നിൽ ഒരു ചെറിയ കിണർ പോലെ ഉണ്ടാക്കുക. സോ ആ കിണറിനെയാണ് ഞാനിപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ പാളാൻ സാധ്യതയുള്ള സാധനം. സോ അതിനെ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി, അത് പറ്റുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കി, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഇതിനെ എനിക്ക് വോളുണ്ടാക്കാൻ വേണ്ടി വേണ്ട സാധനമാണ്. തൊട്ടിരിക്കട്ടെ, ഇതിനെ വേണ്ടി വരും. ബട്ട് ഇത് എന്താ പറയുക, കിണറുണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് ഞാൻ അതിന് ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം കിണറുണ്ടാക്കട്ടെ. റഫ്ലി ഒരേ സൈസുള്ള സാധനങ്ങൾ തന്നെ വേണം. അതാണ് ഇപ്പോഴത്തെ നമ്മളൊരു സൈസ് സാധനം മൊത്തം കൂടെ നേരത്തെ വാങ്ങുന്നുണ്ടെങ്കിൽ നാച്ചുറലി കൺഫ്യൂഷൻ ആകുകയും ചെയ്യും. പക്ഷേ നേരത്തെ നമുക്കിത് കിട്ടത്തില്ല. അവിടെ ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് വേണ്ടിയ സാധനങ്ങളെ തപ്പിയെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക്. ഇതെനിക്ക് വേറെ ആവശ്യം വരും. പറഞ്ഞ പോലെ ഇതിനൊരു മെഷർമെൻ്റ് ഉണ്ട്. ആക്ച്വലി ഇത് അതിൻ്റെ അകത്ത് വരണ്ട എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഡിയസിനെക്കാട്ടിലും വലുതായിട്ടുള്ള ഇതിൻ്റെ, അതായത് ഈ സാധനത്തിൻ്റെ ഔട്ടറിൽ കൂടെ ആ വെല്ല് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ കൂടെ ഒരു സർക്കംഫറൻസ് ആയിരിക്കും ആ വെല്ലിൻ്റെ ബേസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്തുള്ള ലെങ്ത് ഇതിനെ പാടുള്ളൂ. അതാണ് കുറച്ചുകൂടെ വേണം. അതായത് എൻ്റെ ഒരു കല്ലിൻ്റെ വട്ടം പൊട്ടിക്കുന്നത്. സോറി, എനിവേ ഇത് വിട്ടിരിക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് ഇതാ ഇത്രയുമാണ്. സോ ഇതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ റഫറൻസ് എടുക്കുക വെച്ച് എളുപ്പമുണ്ട്. സോ ക്രോസ് ദിസ് ലെങ്ത്, അതായത് ഇവിടെ തൊട്ട് ഓക്കെ. സോ ഡയമെൻഷൻ കിട്ടി. ഇനി ഇത് വെച്ച് ഒട്ടിക്കണം. ഒട്ടുമോ നോക്കട്ടെ. ആക്ച്വലി കുറച്ച് ഫ്ലെക്സ് കിട്ടുന്ന ഒട്ടിച്ചിട്ട് ഇതിടുമായിരിക്കും എളുപ്പം തോന്നുന്നു എനിക്ക്. പക്ഷേ എങ്കിലും എൻ്റെ ഇപ്പോൾ ഫ്ലെക്സ് ഒക്കെ ഇല്ല. സോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.
ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ ലക്ഷണം വെച്ചിട്ട് ഇത് നല്ല ലെങ്തി ആവും. ഇതിനെ ഇപ്പോൾ വട്ടത്തിൽ ഞാനതിനെ സ്റ്റേബിളാകാൻ നോക്കിയാൽ അതിനെക്കാട്ടിലും എളുപ്പം ഇതിലോട്ട് ഒട്ടിച്ചിട്ട് ഈ ബേസെ വെച്ചതിനെ പണിയായിരിക്കും. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഇപ്പോൾ പണിഞ്ഞപ്പം അത്യാവശ്യം ഫ്ലിംസിയാണ് സാധനം, മീൻസ് സ്റ്റഡി ആയിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതിനെന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും അങ്ങ് പണിയുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്നുള്ളൂ 60 മിനിറ്റ്സിനുള്ളിൽ ഒരു ഇച്ചിരി ക്യൂറിങ്ങും ബാക്കി ക്യൂറിങ് എല്ലാം 24 hours കൊണ്ടാകും എന്നാണ് എൻ്റെ പുറകിൽ എഴുതി വെച്ചേക്കുന്നത്. സോ 60 മിനിറ്റ്സിനുള്ളിൽ അതന്നെ 60 മിനിറ്റ്സിനുള്ളിൽ എത്രയും ക്യൂർ ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വെയിറ്റ് ഹോൾഡ് ചെയ്യാനും മാത്രം ആവാൻ ചാൻസ് ഇല്ല. സോ ഇതിനെ വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഇന്ന് ചെയ്ത് തീർത്ത് ക്യൂറാക്കാൻ വെച്ചിട്ട് ബാക്കി അടുത്ത ദിവസം ചെയ്യാം. ബേസിക്കലി കല്ല് പണി അത്രേ ഉള്ളൂ. പിന്നെ മാച്ച് ചെയ്യുന്ന കല്ലുകൾ ഈ കൂട്ടത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ പണി. ഇതിന് നമുക്ക് എന്തായാലും പൊട്ടിച്ച ഷേപ്പാക്കുക എന്ന് പറഞ്ഞ പരിപാടി പറ്റാത്തത് കൊണ്ട് ഉള്ള ഷേപ്പ് വെച്ച് ഉള്ളതുപോലെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നു. പൊടി ഇളകി പോത്തില്ലായിരിക്കും. സഹകരിച്ച് പിടിച്ചിട്ട് ഇവിടെ ഇതൊന്നും ഇളകി പോയില്ല. സോ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ടാവും. പക്ഷേ ഇത് വെർട്ടിക്കലി പണിയുമ്പോൾ എങ്ങനെ ഇരിക്കുക എന്നുള്ള കാര്യമാണ് അടുത്തൊരു ചോദ്യം. എൻ്റെ അമ്മയെ പോലടാ അവിടെ നിന്നോണേ, ഇത് നന്നായി ഒട്ടിയോട്ടിരുന്നോണം കേട്ടോ. ഇപ്പോൾ വരാമേ. ഓക്കെ, എൻ്റെ മോളോട് ഇനി പണിയാം. ഇതിലൊരു കിണറായി മാറട്ടെ. അൺഫോർച്ചുനേറ്റ്ലി ഒരു ലിമിറ്റിൽ കൂടുതൽ ഹൈറ്റ് നമുക്ക് പണിയാൻ പറ്റില്ല. ഞാൻ ഇതിൽ കൂടുതൽ മോഡ് പണിഞ്ഞപ്പോൾ അത് പൊളിഞ്ഞ് വീഴാൻ തുടങ്ങും. സോ തൽക്കാലം ഞാൻ ഇതിനെ ഇവിടെ വെച്ചൊന്ന് നിർത്തിയിട്ട് ഇതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്തതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ ബേസിക് സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. ഇത് പറയുന്നല്ലേ, ഡ്രൈ ഇൻ 60 മിനിറ്റ്സ്, ഫുൾ ക്യൂറിങ് 24. അപ്പോൾ ഡ്രൈ ഇൻ 60 മിനിറ്റ്സ് ആവുന്നുണ്ടെങ്കിൽ കുറച്ച് ബലം വരുമായിരിക്കും. സോ ഒരു മണിക്കൂറിന് ശേഷം ബാക്കി സ്ട്രെങ്ത് ആ ഒരു ബലം വെച്ചിട്ട് ബാക്കി ചെയ്യാം. അതായിരിക്കും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത് ഒട്ടിക്കും, പൊളിഞ്ഞു വീഴും. ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. സോ അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് ഇത്രയും വെച്ച് ഞാൻ തൽക്കാലം ഒന്ന് നിർത്തിയിട്ട് ബാക്കി നമുക്ക് അടുത്ത സെക്ഷനായിട്ട്, അതായത് വേറൊന്നുമല്ല, ഈ സാധനത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇത് കുറുകെ മിഡ് എയറിൽ ഇങ്ങനെ നിൽക്കേണ്ടതാണ്. അങ്ങനെ നിൽക്കണമെങ്കിൽ അതിനൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തേ പറ്റൂ. ഇതിൻ്റെ ബലത്തിൽ എന്തായാലും നിൽക്കത്തില്ല, അത്ര ഉറപ്പായി ഇത്രയും പണിഞ്ഞപ്പം. സോ ഇതിനെ വെച്ച് നമുക്കൊന്ന് ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിയിട്ട് ഒരു 2-3 ലെയർ എടുപ്പിച്ചാൽ എന്നിട്ട് ഇത്ര ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പോലെ പണിയെടുക്കേണ്ടി വരും. ഇതിൻ്റെ ഏകദേശം 3 times എങ്കിലും ഉണ്ടായാലേ ഒരു മിനിമം ഹൈറ്റ് എത്തത്തുള്ളൂ. നമുക്ക് ഒരു എസ്തെറ്റിക്കലി പ്ലീസിങ് ആവുന്ന ഒരു ഹൈറ്റ് എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3 മടങ്ങെങ്കിലും എത്തണം. സോ ഇതിൻ്റെ ഒരു മോഡ് പണിയുന്നതിന് മുന്നേ ഇതിനെ ഈ ഒരു ഹൈറ്റ് എത്തിച്ച് നിർത്തിയിട്ട് ഇതിനെ റീഇൻഫോഴ്സ് ചെയ്തിട്ട് ബാക്കി ഇതിനെ പണിഞ്ഞിട്ട് ഇതിനെ എൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കാം. അതായിരിക്കും നല്ലത്. റീഇൻഫോഴ്സ് ചെയ്യണം സാധനത്തോടെ വരാം. 1 2 3. ഓക്കെ, അപ്പോൾ ഇതിനെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ അറ്റം. ഇത് ബാക്കിലേക്ക് വരുന്ന പോലെ ആയിരിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ മുകളിൽ കൂടെ കല്ലൊട്ടിക്കുക. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ വെക്കണം, അകത്ത് വെക്കാം. അപ്പോൾ അതാകുമ്പോൾ ഒരേ ലെവലിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് വിട്ടിരുന്നോ, ഇത് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഇതിനെ ചെയ്യാം.
സോ ബേസിക്കലി ഇപ്പോൾ ആ കിണറിൻ്റെ മുകളിൽ വശം, അതായത് ടോപ്പിൽ വെക്കാനുള്ള സാധനം നമുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ തടി കാണാതിരിക്കാൻ വേണ്ടി താഴെ കൂടെയും സൈഡിൽ കൂടെയും നമുക്ക് ഒട്ടിക്കാം, അതോടെ അത് കവറായിക്കോളും. സോ ഇതായി. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. പിന്നെ വെർട്ടിക്കലായിട്ട് നിർത്താനുള്ള സാധനവും നമുക്ക് ഒട്ടിക്കാം. അതിന് മുന്നേ ഇത് ഉണങ്ങണതിന് ഇതിനെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഉണങ്ങാൻ വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കല്ല് മീൻസ് ഈ രണ്ട് സാധനങ്ങൾ വെച്ച് ഇങ്ങനെ വെച്ച് ഒരു വെർട്ടിക്കൽ പില്ലർ പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പില്ലർ ഉണ്ടാക്കി നിർത്തുക. ഈ സാധനത്തിനെ ഇവിടെ വെക്കുക. ഇതാണ് നമ്മുടെ പ്ലാൻ. അല്ലെങ്കിൽ ഇത് നേരെ നിൽക്കില്ല, സ്ട്രെങ്ത്ത് കുറവാണ്, അറ്റ്ലീസ്റ്റ് വെയിറ്റ് എടുക്കില്ല. അത് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നത്. അത് ഞാൻ വെച്ച് നോക്കി അത് പൊളിഞ്ഞു വീണ് പിന്നെ ഞാൻ ഉണ്ടാക്കി എന്തിനാ കുറേ സമയം കളയുന്നത്. ഓക്കെ, അതവിടെ നിന്നോ. ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഇതിനെ ഞാൻ അകത്ത് ഒട്ടിക്കട്ടെ. അകത്ത് ഒട്ടിച്ചിട്ട് അതിനെ നമുക്ക് ഉണങ്ങാൻ വിടാം. നേരെ പോകുന്നു. അവിടെ തൊട്ടിരിക്കും. ഓക്കെ, അപ്പോൾ 24 hour ഇതിനെ ഒന്ന് ക്യൂറാക്കാൻ വെക്കാം. ക്യൂറാക്കാൻ വെച്ചതിന് ശേഷം ഇതിനെ ബാക്കി പണിയാം. അതായിരിക്കും സേഫ്. കാരണം ഈ ബലം കൊണ്ട് ഞാൻ വീണ്ടും അടുത്തതിന് മേലിൽ പണിയുന്നുടനെ ഇളകി പോകുന്നു. അങ്ങനെ ഇളകിപ്പോയി അവസാനം ഇത് ഞാൻ ഒരു 100 തവണ ഒരേ പണി പലതവണ ആവർത്തിക്കേണ്ടി വരും. ഇത്ര ഗ്യാപ്പ് ഉണ്ടാക്കി നിൽക്കാം. പക്ഷേ എങ്കിലും റിസ്ക്കാണ്. എന്തായാലും ഇതിനെ ചുറ്റിയുള്ള മീൻസ് ഇതിനെ ഇങ്ങനെ നിർത്തണം. അപ്പം ഇതിനെ കൊണ്ട് വെച്ച ഇപ്പോൾ ഇളകി പോകും. എനിവേ ഇതിനെ ഒന്ന് ഇത് ഇച്ചിരി സ്ട്രോങ് ആകട്ടെ. ഇതിൻ്റെ മുകളിൽ ഇത് വെച്ച് ഒട്ടിക്കാനുള്ള സോ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബലം ഇതിനാകുന്നിടം വരെ ഇതിനെ തൊടാതിരിക്കുമാണ് സേഫ്. സോ അതുകൊണ്ട് ഞാൻ ഇതിനെ ഇവിടെ വെച്ച് നിർത്തുവാണ്. 24 hour എടുത്ത് ആവശ്യത്തിന് കട്ടിയാവട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി തുടരാം. എന്നിട്ടും ബലം പോരാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെക്സ് ഉപയോഗിക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി തുടരാം. അങ്ങനെ നിർത്താനായിരുന്നു പ്ലാൻ. എങ്കിലും കണ്ടപ്പം ആ സ്റ്റിക്കിന് ചുറ്റും കുറച്ച് കല്ലും കൂടി ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ അതും കൂടെ ബലം അതിന് കിട്ടുമല്ലോ എന്ന് വെച്ച് അതും കൂടെ ഒട്ടിച്ചിട്ടാണ് ഞാൻ പണി നിർത്തിയത്. സോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇതവിട്ടിരുന്ന് ഉണങ്ങട്ടെ. ആ സമയം കൊണ്ട് ഇതിൽ ആർട്ട് ചെറുതായിട്ട് നമുക്ക് തുടങ്ങാം. സോ ബേസിക്കലി ഇവിടെ ഞാനൊരു ഡോമിൻ്റെ ഷേപ്പിൽ വാതിൽ പോലൊരു സാധനം ഉണ്ടാക്കുക. ഇവിടെ ആയിട്ട് കിണർ വെക്കാം എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആ ട്യൂബ് ഈ വഴി വന്നിട്ട് ഈ മൂലയിൽ കൂടി ഇങ്ങോട്ട് വരും. അതുപോലെ ഇവിടെ ഒരു ചിമ്മിനി പോലത്തെ ഒരു സാധനം വെക്കണം. അതിനുള്ള സാധനം ഉണ്ട്, ഞാൻ കാണിക്കാം. ഇനി അത് നമുക്ക് അതിലോട്ട് വരുന്ന ചെയ്യാം. ബാക്കി ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പോകുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഒരു ഈ റെഡ് കളർ സ്റ്റോണുകളില്ലേ, ഈ കളർ സാധനങ്ങൾ. ഓക്കെ, ഈ കളർ സ്റ്റോണുകൾ വെച്ചിട്ട് ഒരു ആർച്ച് പോലെ അതായത് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് പിന്നെ ഈ കരിങ്കല്ലിൻ്റെ കളറുള്ളതായി ഈ ഗ്രേ കളർ സാധനങ്ങൾ ഇവിടെ താഴെ ഒരു ഇങ്ങനെ ലെവലായിട്ട് വെക്കുക. എന്നിട്ട് മുകളിലോട്ട് മറ്റേ ആ യെല്ലോയിഷ് കളറുള്ള സാധനം വെച്ച് ഫുള്ളാക്കുക. ഇതാണ് നമ്മളൊരു പ്ലാൻ. സോ എന്തായാലും ഈ ഒരു ഭാഗത്തെ സ്റ്റോണിൻ്റെ ഇതും ഈ ഡോമ് നമുക്കിപ്പോൾ തീർക്കാം. മറ്റേതെല്ലാം എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും, കാരണം കുറച്ച് പരിപാടി ഉണ്ട് അത്. സോ ആദ്യം തൽക്കാലം എന്തായാലും ഇത് തീർക്കാം. അത് തീർന്നതിന് ശേഷം ബാക്കി പരിപാടി കിടക്കാം. അത്ര നേരം കൊണ്ട് അതും ഒരുമാതിരി ഒന്ന് ഉണങ്ങും. ആ സമയം കൊണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് നീക്കി വെക്കാനുള്ള പരുവത്തിലുള്ള ഒരു കട്ടി അതിന് പറ്റും. എന്നിട്ട് ബാക്കി പരിപാടി അതിനെ തുടരാം. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാന്ന് ഇപ്പോൾ ഉണ്ട്. എനിവേ അതൊന്ന് ഹാർഡാവട്ടെ. 1 മണിക്കൂർ എടുപ്പിച്ചെടുക്കും ഈ സാധനം എന്തായാലും ഒട്ടിച്ചെടുക്കാം. സോ പക്ഷേ 1 മണിക്കൂർ എടുക്കുന്നതിൻ്റെ അല്ല, ഈ ഓരോ കാര്യം പെറുക്കി ഞാൻ എടുക്കുന്നതിൻ്റെ. நிறைய വലിയ സിലിക്കൺ കണ്ണുണ്ടായിരുന്നു, ഒറ്റ അടിക്കില്ല. അത് ഫുൾ സിലിക്കൺ അടിച്ചിട്ട് ചുമ്മാ വെച്ചിട്ട് അത് അമ്മക്കിയാൽ മതിയാണ്. ആ സാധനം കിട്ടിയില്ല. സോ ഈ ചെറുത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എനിവേ ഞാൻ പണി തുടരട്ടെ. സോ ഫസ്റ്റ് ആ താഴത്തെ ആ ലെയർ, ആ കരിങ്കല്ലിൻ്റെ ആ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയും കല്ല് വേണ്ടി വരുമെന്നുള്ളൊരു അളവെടുത്തിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഞാൻ ഈ ഓരോ പ്രാവശ്യവും തപ്പിയെടുത്ത് ഒട്ടിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് കരിങ്കല്ലിൻ്റെ എമൗണ്ട് എത്രയും വേണമെന്നുള്ള ഏകദേശം ഒരു അളവ് എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ റെഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഞാൻ കിട്ടുന്ന കല്ലുകൾ വെച്ച് ഒട്ടിച്ച് അത്യാവശ്യം സൈസുള്ള കല്ലുകൾ നോക്കി ഒട്ടിച്ച് ഒരു ആർക്കങ്ങ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം എടുത്തു വെച്ച പാറക്കെട്ടുകൾ കൊണ്ട് ഒരു ലൈനങ്ങ് ചെയ്തു. ഇത് ക്വാണ്ടിറ്റി കുറച്ചധികം വേണ്ടതുകൊണ്ടും പിന്നെ ഒരു സ്പെസിഫിക് ഏരിയയിൽ വേണ്ടതുകൊണ്ടും ഇത്രയും വേണം എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ ഒരു ഏരിയ റഫായിട്ട് വെച്ചൊന്ന് അറേഞ്ച് ചെയ്തിട്ടങ്ങ് ചെയ്തതാണ്. അയ്യോ, ഈ കല്ലൊട്ടിയിൽ സത്യം പറഞ്ഞാൽ നല്ല പാടായിരുന്നു. തുടങ്ങിയപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ലപോലെ മെനക്കെട്ടി ഞാൻ.
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കിണറിൻ്റെ ആ പൈപ്പും കൂടെ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. കാരണം ആ പൈപ്പ് മാക്സിമം പുറത്ത് കാണാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുവേണ്ടി പൈപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് ആ വരുന്ന ലെങ്ത് എത്രയും വേണം എന്നുള്ളതൊന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് ആ ഒരു ലെങ്ത്ത് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഞാൻ ബാക്കി കല്ലൊട്ടിയിലേക്ക് വരുന്നത്. മീൻസ് ആ ഹോസിനെ അവിടെ വെച്ച് സിലിക്കൺ വെച്ച് തേച്ച് ഒട്ടിച്ച് വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ബാക്കി റോക്ക് ഡിസൈനിലേക്ക് പോയത്. കാരണം ഇതവിടെ ഒളിച്ചിരിക്കണമല്ലോ, കാണാത്ത പോലെ മാക്സിമം നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നെ വളരെ പതുക്കെയുള്ള ചെയ്ത് കാരണം 3 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ എൻ്റെ പൈപ്പിനെ ഞാൻ ഇതിൻ്റെ പുറകിലേക്ക് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഹോസ് വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് വേണം മറ്റേ കിണറിൻ്റെ ആ പൈപ്പിലോട്ട് കണക്ട് ചെയ്ത് വെക്കാം. കുഴപ്പമൊന്നുമില്ല. ഇതിനെ പുറകോട്ട് മടക്കി ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ബെൻഡായിട്ട് മറ്റേ ആ മടക്കുമായിട്ട് എയർ പാസ്സാവാതിരിക്കുമല്ലോ. അതിനെ ഇങ്ങനെ ഞാൻ വളച്ച് ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് ഒട്ടിച്ച് വെച്ചു. ബെൻഡ് വെക്കാറുണ്ട്, അതാണ് എളുപ്പം. പക്ഷേ എന്താണ് ഇത്? അയ്യോ, ഇനിയിപ്പോൾ ഈ ഒരു സൈഡാണുള്ളത്. ഈ ഒരു സൈഡ് ചെയ്യുന്ന ഉടനെ ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധനത്തിൻ്റെ അകത്ത് ഈ സാധനത്തിനെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിനുള്ളിൽ കൂടെ എയർ പമ്പ് ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ പോകുമല്ലോ. ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെള്ളത്തിനെ കുറച്ചൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ബയോളജിക്കൽ ഫിൽട്രേഷനുള്ള സാധനങ്ങൾ നമുക്ക് താഴെ ഉണ്ട്. മീൻസ് സബ്സ്ട്രേറ്റ് ഉണ്ട്, അതിൻ്റെ ചെടി വരുമായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. തൽക്കാലം ഒരു ഡെക്കറേറ്റഡ് അക്വേറിയത്തിൻ്റെ ഒരു ഇതിലാന്ന് തോന്നുന്നു. ഭാവിയിൽ ഞാൻ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്താലും കാണിക്കാം. എനിവേ ഇതിനകത്ത് ഇപ്പം ഇതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തോന്നുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മുടെ നോർമൽ ഈ പറഞ്ഞ പോലെ ഉള്ള ഫിൽട്രേഷൻ മീഡിയ വെക്കും. ആ സാധനത്തിൻ്റെ കൂടെ ഇതിനെ തുറന്ന് വെക്കുവാണെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിങ് കൊടുക്കേണ്ടി വരും. കാരണം അതിൻ്റെ ആ ലെങ്ത്തും ഇതിൻ്റെ ലെങ്ത്തും തമ്മിൽ യാതൊരു മാച്ചുമല്ല. എനിവേ ഈ ഒരു ലെങ്ത്തിൽ ഇങ്ങനെ അങ്ങോട്ട് പിടിപ്പിച്ച് വെച്ചാൽ എയർ ഇതിൻ്റെ അകത്തൂടെ ബബിളാകുന്നുണ്ടെ വെള്ളം ഫിൽട്ടർ ചെയ്ത് ക്ലീൻ ആയിക്കോളും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇതിനെ ഇങ്ങനെ ചേർത്തതല്ലേ. ഇതേ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിമ്മിനി ആവുന്ന പരുവത്തിൽ ഡൈബ്രോട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ, അതായത് ഇവിടെ ഡൈബ്രോട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ ഒരുമാതിരി വീടിൻ്റെ ചിമ്മിനി പോലെ ആവുമല്ലോ. ആ വീടിൻ്റെ ചിമ്മിനി പോലെ ആവുന്നതന്നെ അതിൽ നിന്ന് ബബിൾ വരുന്നൊരു ഫോർമാറ്റിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ലായിരിക്കില്ല. ഇങ്ങനെ ഒട്ടിച്ച് തുടങ്ങട്ടെ. ഈ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെ ആണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയ്ക്കത്തെ സ്റ്റെപ്പ് എല്ലാം കൂടെ കാണിച്ച് ഞാൻ ബോർഡാക്കുന്നില്ല. ഒട്ടിച്ച് സെയിം പരിപാടി. ഇതിൻ്റെ പുറകിൽ ഫ്ലെക്സ് സിലിക്കൺ ഒട്ടിക്കുക, ഇതിലോട്ട് ഒട്ടിക്കുക, ഇതിനെ ഒരു കല്ലുകൊണ്ടുള്ള ചിമ്മിനിയാക്കി മാറ്റുക, ഇതിനെ ഇതിലോട്ട് ഉറപ്പിക്കുക. അത്ര ഉള്ള പരിപാടി. പിന്നെ ഇതിൻ്റെ എയർ ഹോൾ പുറത്തേക്ക് വരാനുള്ള ഒരു ഹോൾ ഇതേ ഇട്ട് കൊടുക്കും. അതേ ഉള്ളൂ. അത് ഞാൻ മീൻസ് കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കത്തേ ഉള്ളൂ. ചെയ്തതിൻ്റെ ബാക്കി കാണിച്ചു തരാമേ. ആ ഡോറിൻ്റെ അവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ചാൽ വൃത്തികേടാവുമല്ലോ എന്ന് വെച്ച് ഞാൻ അവിടെ സിലിക്കൺ തേച്ച് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ തറയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മേടിച്ച കുറച്ച് ചിപ്സ്, ബ്ലാക്ക് ചിപ്സ് അവിടോട്ട് പേസ്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഫിനിഷ് ലുക്ക്. ഇത് തന്നെ ആയിരിക്കും ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫിനിഷ് ലുക്ക്. ആ സ്റ്റോൺ ഞാൻ ഒട്ടിക്കേണ്ടെന്ന് വെച്ചു. കാരണം ആ വെള്ളത്തിൻ്റെ ഫ്ലോവിനെ ഇപ്പം തന്നെ കുറവായിരിക്കും, എങ്കിലും അത് ഒട്ടിക്കുന്ന വീണ്ടും കുറയും. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഇനി ആ ബേസ് ഒന്ന് സെറ്റ് ചെയ്യണം, വെള്ളം നിറയ്ക്കണം, ഫിഷിനായിട്ട് സെറ്റാക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാം. ഗ്ലാസ്സായിട്ട് അത്യാവശ്യം കുറച്ച് ആയിട്ടുണ്ട്. അതും കൂടെ സെറ്റ് ചെയ്ത് മീനിട്ടാൽ പരിപാടി കഴിഞ്ഞു. ഇനിയും വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് ലീക്കില്ലാന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇതിൻ്റെ നമ്മൾ അത്യാവശ്യം കൈയിട്ട് നല്ല രീതിയിൽ കലാവിരുത് കാണിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ അകത്ത് അഴുക്കൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കലങ്ങിക്കൊണ്ട് ക്ലിയർ ആവട്ടെ. ഈ വെള്ളം മാറ്റിയിട്ട് നമ്മൾ അടുത്ത ഒരു ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ മീനെ ആഡ് ചെയ്യത്തുള്ളൂ. ഇനിയും പിന്നെ ഉള്ളത് ഗ്ലാസ് ക്ലീൻ ചെയ്യാനാണ്. ഗ്ലാസ്സിൽ സിലിക്കണിൻ്റെ കുറച്ചൊക്കെ ഉണ്ട്, അത് ക്ലീൻ ചെയ്യണം. പിന്നെ ബേസ് നമ്മുടെ കിണറും സബ്സ്ട്രേറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. രണ്ടും കൽപ്പിച്ച് ഞാൻ
പ്ലാൻ ചെയ്ത ഒരു രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പൈപ്പും കണക്ട് ചെയ്ത് അത് മുടങ്ങാത്ത രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് സബ്സ്ട്രേറ്റ് സ്പ്രെഡ് ചെയ്ത് എന്തായാലും മെനക്കെടുമല്ലേ, പ്ലാന്റഡ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. എന്നാൽ പിന്നെ പ്ലാന്റഡ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ പ്ലാന്റ്സും വാങ്ങി അതിന് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാന്റഡ് അക്വേറിയം സോയിലും വാങ്ങിച്ചിട്ട് ഞാൻ പണി തുടങ്ങി. ഫൈനൽ റിസൾട്ട് ഇഷ്ടപ്പെടുമോ എന്താവുമെന്നും ഈ സമയത്ത് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഫൈനൽ റിസൾട്ട് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾ പറ. ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നും വരണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ് വാങ്ങിച്ചത്. 2 ടൈപ്പ് മേടിച്ചു. ഒന്ന് മറ്റേ കാർപ്പറ്റ് ചെയ്യുന്ന ടൈപ്പും അതുപോലെ തന്നെ മറ്റൊന്നൊരു ബുഷ് പോലെ നിൽക്കുന്ന ഒരു ടൈപ്പും. ഇത് രണ്ടും സ്പ്രെഡ് ചെയ്ത് ചെയ്യാമെന്ന് വെച്ചു. ഇതൊരു സബ്സ്ട്രേറ്റിലാണ് വരുന്നത്. മാക്സിമം അത് ഇതിൻ്റെ അകത്ത് മിക്സ് ആവാതിരിക്കാൻ ഞാൻ നോക്കി. ഞാൻ കുറച്ചൊക്കെ അകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മീൻസ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഞാൻ പ്ലാൻ ചെയ്തതിന് ഡെപ്ത് വളരെ കുറവായിരുന്നതുകൊണ്ട് ആ കിണറിനകത്ത് വെച്ചതൊക്കെ ആദ്യത്തെ ബബിളിങ്ങിൽ തന്നെ പറന്നുപോയി. സോ പിന്നെ ഞാൻ ഒന്നുകൂടെ റീപ്ലാന്റ് ചെയ്തിട്ട് ആണ് ബബിൾ ചെയ്തപ്പം മീൻസ് പമ്പ് ഓണാക്കിയപ്പം വലിയ കുഴപ്പമില്ല, സാധനം അവിടെ സെറ്റിൽഡായിട്ട് നിൽപ്പുണ്ട്. സോ അങ്ങനെ എല്ലാത്തിനും അവസാനം, എല്ലാ കോലാഹലങ്ങൾക്കും അവസാനം, എല്ലാം കൊലപ്പരികൾക്കെല്ലാം അവസാനം ഒരു കുഞ്ഞ് ഫൈറ്ററിനെ മേടിച്ച് ആളെ അകത്തിട്ടുണ്ട്. ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സ്പ്ലോറിങ് പണിയിടാൻ തോന്നുന്ന ആൾ കുറച്ച് നേരമായിട്ട് ഇത് തന്നെയാണ് വഴി. അവിടെ ഇങ്ങേ അറ്റത്തോട്ട് വരും, താഴോട്ട് വരും, ഇങ്ങോട്ടത്തോട്ട് പോകും, മുകളിലോട്ട് വരും. ഇത് തന്നെ പരിപാടി. എനിവേ ഇതാണിപ്പോൾ ആൾ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അല്ല കുഴപ്പമില്ലായിരിക്കും. എനിവേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൈക്ക് വെച്ച് സംസാരിച്ച് കത്തി വെച്ച് പോയിട്ട് വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോയൊരു പ്രൊജക്റ്റാണിത്. ബോറാക്കില്ലെന്ന് വിശ്വസിക്കുന്നു. See you in the next video. Bye.